ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2026 ഇപ്പോ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഡു നോട്ട് എൻറ്റർ. 1980s ന്യൂജേഴ്സിയിലെ വളരെ പ്രശസ്തമായൊരു ആഡംബര ഹോട്ടലായിരുന്നു ദ പാരഗൺ. അന്നത്തെ കാലത്ത് പണക്കാരുടെയും സെലിബ്രിറ്റീസിന്റെയും ഇഷ്ടപ്പെട്ട വെക്കേഷൻ സ്പോട്ടായിരുന്നു ഈ കടൽക്കരയിലുള്ള ഹോട്ടൽ പാരഗൺ. അതിന്റെ ഓണറിന്റെ പേരാണ് മോർഗൻ. അങ്ങനെയിരിക്കെ ഒരു ഗുണ്ടാ സംഘം ആ ഹോട്ടലിലെ താമസത്തിനായിട്ട് വന്നു. പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. ആ ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പ് ഒരു $300 മില്യൺ ആ ഹോട്ടലിനകത്ത് എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ആ ഹോട്ടലിന്റെ ഉടമസ്ഥനായ മോർഗന്റെ വൈഫ് കൊല്ലപ്പെട്ടു. അതും വളരെ സ്ട്രെയിഞ്ച് ആയിട്ട്. അതിനെ തുടർന്ന് ഹോട്ടലിന്റെ ഉടമയെ കാണാതായി. മോർഗൻ കൊല്ലപ്പെട്ടതാണോ അയാളെ തട്ടിക്കൊണ്ടുപോയതാണോ അറിയില്ല. പോലീസിനെ കൊണ്ട് അയാളെ കണ്ടെത്താനും കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് ആ ഹോട്ടലിലെ ഒരുപാട് കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും നടക്കാൻ തുടങ്ങി. അവസാനം അവിടെ താമസിച്ചിരുന്ന ആ ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പും കൊല്ലപ്പെട്ടു. അവര് ഒളിപ്പിച്ചു വെച്ചിരുന്ന പണം അതിപ്പോഴും ആ ഹോട്ടലിനകത്ത് തന്നെയുണ്ട്. പിന്നീട് അങ്ങോട്ട് പണക്കാരും സെലിബ്രിറ്റീസും ആരും തന്നെ വരാതായി. ഇതിനുശേഷം എന്താ, ആ പണം കൈക്കലാക്കാൻ ഒരുപാട് ആളുകള് ആ ഹോട്ടലിനകത്തേക്ക് അതിക്രമിച്ചു കയറി. അതിനകത്തേക്ക് പോയ ആരും തന്നെ പിന്നീട് തിരികെ വന്നിട്ടില്ല. അവരെ ആരും കണ്ടിട്ടില്ല. പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ ഹോട്ടലിനകത്തേക്ക് ആരും കയറാതിരിക്കാൻ ഇപ്പോ ഫ്രണ്ട് ഡോറ് ആരും തുറക്കാത്ത രീതിയിൽ സീൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ആ പാരഗൺ ഹോട്ടലിനകത്ത് മറഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ അതെന്താന്ന് കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ബെത്ത് എന്നൊരു ന്യൂസ് റിപ്പോർട്ടർ അബാൻഡൻ ആയ ഹോട്ടലിനകത്ത് എന്തിനെയോ കണ്ട് ഭയന്ന് നിലത്തുകൂടി എഴഞ്ഞെഴഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അവൾക്ക് ആ കെട്ടിടത്തിനകത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. ബെത്ത് ആ ശബ്ദങ്ങൾ കേട്ട് മുകളിലേക്ക് നോക്കി നിലവിളിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ഡു നോട്ട് എൻറ്റർ. ഇനി പ്രസന്റിലേക്ക് തിരിച്ചു വരുമ്പോ ചിത്രത്തിലെ കഥാനായികയാണ് നമ്മളെ കാണിക്കുന്നത്, ഡയാൻ. ഇത് ഡയാന്റെ ബോയ് ഫ്രണ്ട് റിക്ക്. ഡയാന് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ദ ക്രീപ്പേഴ്സ്. ആ ഗ്യാങ് മൊത്തത്തിലെ 5 പേരാണ്: ഡയാൻ, റിക്ക്, വെർണോൺ, കോറ ആൻഡ് ജെഡി. ഇവരുടെ ഈ ഒരു അഡ്വഞ്ചർ വ്ളോഗിനൊക്കെ പണം ചെലവാക്കുന്നത് നമ്മുടെ കഥാനായകനാണ്, റിക്ക് ആണ്. പിന്നെ വെർണോൺ, അവൻ ഈ ഗ്യാങ്ങിലെ ഒരു ഫോട്ടോഗ്രാഫറാണ്. അടുത്തതായി കോറ, അവർക്ക് ഈ അഡ്വഞ്ചർ സ്റ്റണ്ടിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അവർക്ക് വേണ്ടിയുള്ള വഴികളൊക്കെ കാണിച്ചു കൊടുക്കുന്ന കീ ആണ് കോറ. അടുത്തതായി ജെഡി, പുള്ളിക്കാരൻ കുറച്ച് മടിയനാണ്. പണം പണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ, വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. ഇപ്പോ അവര് 4 പേരും ഒരു സബ്വേയിലെത്തി. മെയിന്റനൻസ് വർക്കേഴ്സിന്റെ വേഷത്തില് അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡിന്റെ കണ്ണൊക്കെ വെട്ടിച്ച് അവര് ട്രെയിനകത്തേക്ക് കയറി. കൂടെ തന്നെ അവര് വലിയൊരു ട്രാഷ് കണ്ടെയ്നറും ആ ട്രെയിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അത് മറ്റൊന്നല്ല, ആ കണ്ടെയ്നറിനകത്താണ് അവർക്ക് വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിനകത്ത് ജെഡിയും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ ഇതെല്ലാം ലൈവ് സ്ട്രീം ചെയ്ത് ആളൊഴിഞ്ഞ കമ്പാർട്ട്മെന്റിലെത്തി. ആ ട്രെയിനിന്റെ ഡോറൊക്കെ തുറന്ന് ഓരോരുത്തരായിട്ട് ആ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുകയാണ്. ഇവർ ഈ ചാടി മറയുന്നത് കണ്ട് ആ ട്രെയിനിലിരിക്കുന്നുണ്ടായിരുന്ന ഒരു ലേഡിയുടെ കിളിയൊക്കെ പോയി. ഈ സമയത്താണ് എതിർദിശയിൽ നിന്ന് മറ്റൊരു ട്രെയിൻ വരുന്നത്. 5 പേരും പെട്ടെന്ന് തന്നെ ചുമരിനോട് ചേർന്ന് നിന്നു. തൽക്കാലത്തേക്ക് അവര് രക്ഷപ്പെട്ടു. ഇവര് ആ ഹോൾവേക്കകത്ത് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ഗേറ്റ് തുറന്ന് അതിനകത്തേക്ക് കയറി. അവിടെ ഒത്തിരി ചുമർ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഇപ്പോ വളരെ ഫേമസ് ആയ ഒരു ആർട്ടിസ്റ്റിന്റെ ചിത്രം കാണാം. എല്ലാവരും ഒരുപാട് എക്സൈറ്റഡ് ആയി. ഈ ഗ്യാങ്ങിന് ഒരു റൂൾ ഉണ്ട്: എവിടെ പോയാലും ഒന്നും തൊടാനോ നശിപ്പിക്കാനോ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കാനോ പാടില്ല. പോവുക, കാഴ്ചകളൊക്കെ കാണുക, അതൊക്കെ വീഡിയോ പകർത്തുക, അത്രേ പാടുള്ളൂ. എല്ലാവരും അവിടുത്തെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന തിരക്കിലാണ്. എന്നാൽ കൂട്ടത്തിലുള്ള ജെഡി ആ ഗ്രാഫിറ്റി അത് ഉളിയും ചുറ്റികയൊക്കെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഇത് വിറ്റുകഴിഞ്ഞാൽ കോടികൾ കിട്ടും എന്നും പറഞ്ഞ്. ഇത് കണ്ട് റിക്കിന് വല്ലാതെ ദേഷ്യം വന്നു. ജെഡി, നീ എന്തീ കാണിക്കുന്നേ? അതിന് ജെഡി പറയും, ഇത് ഒറിജിനൽ ആണോ അല്ലയോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ പണം ഉണ്ടാക്കാൻ നമുക്കിത് നല്ലൊരു അവസരമാണ്. റിക്ക് അവനെ പരമാവധി പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. ജെഡി, നമ്മൾ ഒരു സാധനത്തിലും തൊടാൻ പാടില്ല, നിനക്കറിയില്ലേ? എന്നാൽ അവൻ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറല്ല. ആ ചിത്രം ചുമരിൽ നിന്ന് അടർത്തിയെടുക്കുക. പിന്നെ റിക്കും ജെഡിയും തമ്മിൽ പിടിവലിയായി ബഹളമായി. എല്ലാവരും ചേർന്ന് നായകനെ പിടിച്ചു മാറ്റി. മതി, നിന്നെ ഞങ്ങൾക്ക് ഈ ഗ്യാങ്ങിൽ വേണ്ട. ജെഡി, നിനക്ക് പോവാം. മോഷ്ടിക്കല് അത് ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല. ജെഡി പിന്നെ അവന്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് പിണങ്ങിപ്പോയി. അവരങ്ങനെ ഈ അഡ്വഞ്ചർ സ്റ്റണ്ടൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അവർ എത്രയൊക്കെ റിസ്ക് എടുത്ത് ട്രെയിനിൽ നിന്നൊക്കെ എടുത്തു ചാടി തലകുത്തി മറിഞ്ഞിട്ടും അവരെ പ്രതീക്ഷിച്ചതുപോലെ ഒരു വ്യൂസോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ആകെ 82 പേരാണ് ആ വീഡിയോ കണ്ടത്. എല്ലാവരും ആകെ സങ്കടത്തിലായി. ഈ നേരത്ത് റിക്ക് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു ഐഡിയ ഉണ്ട്. അവൻ ആ പ്രേത ഹോട്ടലായ പാരഗന്റെ ബ്ലൂ പ്രിന്റ്
റെസ്റ്റോറന്റ് തന്റെ കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവൻ ഇന്റർനെറ്റിൽ നിന്ന് കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കളോട് പറയുന്നു. അതൊരു കടൽ തീരത്തുള്ള അബാൻഡൻ ആയ ഹോട്ടലാണ്. അവിടെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഗ്യാങ്സ്റ്റർ താമസിച്ചിരുന്നു, ലാൻസ്കി. ആ ഗ്യാങ്സ്റ്റർ ആ കെട്ടിടത്തിനകത്ത് എവിടെയോ $300 മില്യൺ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ പണം എവിടെയാണെന്ന് ആരെ കൊണ്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ആ പണം തെരഞ്ഞു പോയവരാരും തന്നെ പിന്നീട് ജീവനോടെ തിരികെ വന്നിട്ടുമില്ല. ചിലര് പറയുന്നത് അവിടെ പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെയാണ്. ഈ കഥകൾ കേട്ട് ഡയാന് ആകെ പേടിയായി. ഇതൊത്തിരി അപകടം പിടിച്ച സ്ഥലമല്ലേ. പക്ഷേ കൂട്ടത്തിലെ കോറ ഒത്തിരി എക്സൈറ്റഡ് ആയി. ഒരു പക്ഷേ ആരെ കൊണ്ടും കഴിയാത്തത് നമുക്ക് പറ്റുകയാണെങ്കിൽ, ആ പണം നമുക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് വ്യൂസ് കിട്ടും, പണം കിട്ടും, നമ്മൾ ഒത്തിരി ഫേമസ് ആവും. എന്ത് തന്നെ ആയാലും റിക്ക് അവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ അവിടെ പോകുന്നു, വീഡിയോ എടുക്കുന്നു, തിരിച്ചു പോരുന്നു. അല്ലാതെ മറ്റൊന്ന് തന്നെ അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം, അത്രമാത്രം. അങ്ങനെ എല്ലാവരും റിക്ക് പറയുന്ന കാര്യങ്ങള് യെസ് പറയുന്നു. അല്ലാതെ അവർക്കിടയിലെ പിണക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാവാൻ പാടില്ല. നേരത്തെ ജെഡി അവരോട് ചെയ്തതുപോലെ ഈ നേരത്തെ ഡയാൻ നായകനൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തലയിലെ ക്യാപ്പ് അഴിച്ചു മാറ്റി. അവള് ഹെയറിന് കളർ ചെയ്തിരുന്നു. അത് കണ്ട് റിക്ക് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അവൻ എന്ത് പറയണമെന്നറിയില്ല. അവൻ ആ മുടി കളർ ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല. അത് കാമുകിയോട് പറയാൻ പറ്റൂ. ഡയാന് കാര്യം മനസ്സിലായി. ഒന്നുകിൽ ഇഷ്ടമാണെന്ന് പറയാ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. നീ എന്നോട് മിണ്ടണ്ടെന്നും പറഞ്ഞ് നായിക റിക്കിനോട് പിണങ്ങിയിരിക്കുകയാണ്. ഈ നേരത്താണ് ഡയാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത്. ഇവരുടെ കൂട്ടുകാരനായിരുന്ന ജെഡി ഇല്ലേ, അവൻ ഇവരുടെ എതിരാളിയായ മറ്റൊരു ഗ്യാങ്ങില് ചേർന്നിരിക്കുക. അതും പണക്കാരനാവാൻ വേണ്ടി ആ ഹോൾവേക്കകത്തെ വില കൂടിയ ചുമർ ചിത്രങ്ങളൊക്കെ അടർത്തി എടുത്തുകൊണ്ടിരിക്കുക. ജെഡി ആ വീഡിയോയില് തന്റെ സുഹൃത്തുക്കളെ വെല്ലുവിളിക്കുന്നുണ്ട്. അവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. മാത്രമല്ല ആ ടീമിന്റെ ലീഡറായ ടോഡ് ഒരു ഗണ്ണൊക്കെ എടുത്ത് അവരെ വെല്ലുവിളിക്കുന്നു. ഈ ഭ്രാന്തൊക്കെ കണ്ട് അവരാകെ ഡെസ്പായി. എന്നാൽ ഡയാന് ഇതൊന്നും തന്നെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഉടനെ തന്നെ ആ ബുള്ളി ഗ്യാങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ അവരുടെ നെക്സ്റ്റ് പ്ലാനിനെ കുറിച്ച് കമന്റ് ചെയ്യും. ഹോട്ടൽ പാരഗൺ. അന്ന് രാത്രി തന്നെ അവര് ഹോട്ടൽ പാരഗണിലേക്ക് പോവാനായിട്ട് ഒരു ഹോട്ടൽ മുറിയിൽ ഒത്തുകൂടി. അവര് നായികയെ കാത്തിരിക്കുകയാണ്. റിക്കും ഡയാനും തമ്മിലുള്ള സൗന്ദര്യ പിണക്കം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ നേരത്താണ് ഹോട്ടൽ മുറിയുടെ ഡോറില് ആരോ പടപടയെന്ന് തട്ടുന്നത്. അത് ഡയാനാണെന്ന് കരുതി റിക്ക് ഓടിച്ചെന്ന് ഡോറ് തുറന്നു നോക്കി. അത് ഡയാനല്ല, അത് മറ്റാരുമാണ്. സോറി, നിങ്ങൾക്ക് റൂം മാറിപ്പോയി എന്നും പറഞ്ഞ് റിക്ക് ആ ഡോർ അടയ്ക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയം അയാൾ പറയും, എന്റെ പേര് ഫ്രാങ്ക്. അവർ ഈ ഹോട്ടൽ പാരഗൺ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ടെന്നറിഞ്ഞ് ഫ്രാങ്ക് കോറയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അയാളും കുറെ കാലങ്ങളായി ആ ഹോട്ടലിനകത്തേക്ക് പോവാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു, ഒരു ഡോക്യുമെന്ററി എടുക്കാനായിട്ട്. ഈ നേരത്താണ് ഡയാൻ അങ്ങോട്ട് വരുന്നത്. അല്ല, ഇതാരാ? ഇന്ന് രാവിലെ ഡയാൻ ആ ബുള്ളി ഗ്യാങ്ങിന്റെ വീഡിയോയ്ക്ക് താഴെ ഹോട്ടൽ പാരഗന്റെ പേര് കമന്റ് ചെയ്തിരുന്നില്ലേ? ആ കമന്റ് കണ്ടിട്ടാണ് ഫ്രാങ്ക് കോറയെ കോണ്ടാക്ട് ചെയ്തത്. ഇതറിഞ്ഞ റിക്കാക്ക് ഷോക്കായി. എന്തായാലും നമ്മള് ഒരു അപകടം പിടിച്ച സ്ഥലത്തേക്ക് പോവല്ലേ, അപ്പോ കുറച്ച് ആൾബലമുള്ളത് നല്ലതല്ലേ? കോറ എങ്ങനെയൊക്കെയോ റിക്കിനെ കൊണ്ട് സമ്മതിപ്പിക്കും. ഡയാനും അതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നായികയാണ് ഈ ടീമിലെ അവസാന തീരുമാനം എടുക്കുന്നത്. അവരങ്ങനെ ആ ഒരു അഡ്വഞ്ചർ ട്രിപ്പിനായിട്ട് പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് അവര് പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. റീഫിൽ ചെയ്യാനായിട്ട് അവര് ഡീസൽ വാങ്ങിയിട്ടില്ല. അവർക്ക് തിരിച്ചു വരണ്ടേ? അതിന്റെ പേരില് അവര് തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. അങ്ങനെ തല്ലൂട്ടവും ബഹളമൊക്കെ കഴിഞ്ഞ് അവര് ഫ്രാങ്കിന്റെ കാറിലാണ് ഹോട്ടൽ പാരഗണിലേക്ക് പോകുന്നത്. മുന്നേ പറഞ്ഞിരുന്നില്ലേ, ആളുകളൊക്കെ പണം എടുക്കാനായിട്ട് ആ ഹോട്ടലിനകത്തേക്ക് അതിക്രമിച്ചു കയറി. അതിനുശേഷം ഗവൺമെന്റ് തന്നെ ആ ഹോട്ടലിന്റെ ഫ്രണ്ട് ഡോർ സീൽ ചെയ്തു, ആരും അതിനകത്തേക്ക് കയറാതിരിക്കാൻ. ഫ്രാങ്കിനാണെങ്കിൽ അതിനകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് അറിയില്ല. അതുകൊണ്ടാണ് ഈ പിള്ളേർ സെറ്റിന്റെ കൂടെ പോകുന്നത്. കാരണം ഇവർക്ക് ആ വഴി അറിയാം. അവരങ്ങനെ ആ ഗേറ്റിന്റെ ചങ്ങലയൊക്കെ പൊട്ടിച്ച് ആ കോമ്പൗണ്ടിനകത്ത് കയറി ആ ഹോട്ടലിനകത്തേക്ക് കയറാനുള്ള വഴി കണ്ടെത്തി. അതൊരു ടണലാണ്. ആ ഹോട്ടലിൽ നിന്നുള്ള വേസ്റ്റ് ഒക്കെ പോയിരുന്ന ഡ്രെയിനേജ് ആയിരുന്നു അത്. ഒരാൾക്ക് അതിനകത്തുകൂടി കഷ്ടിച്ച് ഇഴഞ്ഞു നീങ്ങി പോവാം. അവർ 5 പേരും ആ ടണലിനകത്തുകൂടി മുന്നോട്ട് പോകുന്ന നേരത്ത് ഡയാന് അതിനകത്തു നിന്ന് എന്തോ പാഞ്ഞു വരുന്നത് പോലെ ശബ്ദം കേൾക്കാം. പെട്ടെന്ന് ഒരുപാട് എല്ലികള് ആ ടണലിനകത്തു നിന്ന് അവർക്ക് നേരെ പാഞ്ഞു വരാൻ തുടങ്ങി. അവരെല്ലാവരും തലം താഴ്ത്തി പിടിച്ചിരുന്നു. ഫ്രാങ്കിന് മനസ്സിലായി കോറയ്ക്ക് എലിയെ പേടിയാണെന്ന്. അവൻ പെട്ടെന്ന് തന്നെ കോറയെ കവർ ചെയ്ത് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആ എലികളെല്ലാം തന്നെ ടണൽ വഴി പുറത്തേക്ക് പോയി. അവരൊരു വിധത്തില് ടണലിനകത്ത് നിന്ന് ആ ബിൽഡിങ്ങിനകത്തേക്ക് കയറാനുള്ള ഗേറ്റ് കണ്ടെത്തി. ആ ഗേറ്റ് തുറക്കാതിരിക്കാൻ ആരോ ആക്രി സാധനങ്ങളൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതല്ലാതെ അകത്തേക്ക് കയറാനായിട്ട് മറ്റൊരു മാർഗവും കോറ ഉടനെ തന്നെ ആ ഗേറ്റ് ബ്രേക്ക് ചെയ്തു. അങ്ങനെ തന്നെ ആ ലഗേജും സാധനങ്ങളൊക്കെ താഴേക്ക് വന്ന് വീണു. എല്ലാവരും ആ സ്റ്റെയർ വഴി ആ ഹോട്ടലിനകത്തേക്ക് കയറി. എല്ലാവരും അതിനകത്തെ കാഴ്ച കണ്ട് അമ്പരന്ന് നിൽക്കുക. വെർണോൺ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇവരിങ്ങനെ കാറി കൂവി ഒച്ച വെച്ച് ലൈവിലൂടെ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ
അവിടെ ലൈറ്റിലെ ഒരുപാട് പ്രാവുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പേടിച്ചിട്ട് അവിടെ നിന്ന് പറന്നുപോയി. അങ്ങനെ അവിടെയുള്ള ലൈറ്റൊക്കെ പൊട്ടി തകർന്ന് താഴേക്ക് വീണു. ഭാഗ്യത്തിനാണ് കോറ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ കോറയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. ഇതേ സമയം തന്നെ ഇതൊന്നും അറിയാതെ ഏതൊരു മായ ലോകത്ത് ചെന്ന് പെട്ടതുപോലെ നായിക ലൈവിലൂടെ ആളുകളോട് സംസാരിച്ചോണ്ടിരിക്കുക. ഈ സമയത്തും കാമുകിയെ കാണാതെ റിക്ക് അവളെ ഫോൺ ചെയ്യുന്നുണ്ട്. ഡയാൻ ആ ഫോൺ എടുക്കില്ല. പെട്ടെന്ന് ഡയാന് അവൾക്ക് ചുറ്റും എന്തൊക്കെയോ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാം. എന്തോ ഒന്ന് അങ്ങോട്ട് പാഞ്ഞു വരുന്നത് പോലെ. ചിലപ്പോ അത് നേരത്തെ കണ്ടതുപോലെ എലികളാണെങ്കിലോ. പക്ഷേ ആ ശബ്ദങ്ങൾ കേട്ട് ഡയാൻ ആകെ പേടിയായി. ഇനി തന്റെ കൂട്ടുകാര് അവളെ പേടിപ്പിക്കാനായിട്ട് പ്രാങ്ക് ചെയ്യുന്നതാണെങ്കിലോ. ഡയാൻ അവരെ ചീത്ത വിളിക്കുന്നുണ്ട്. അവൾ അവിടെ നിന്ന് തന്റെ ജീവനും കൊണ്ട് ഓടുന്ന നേരത്ത് ഡയാൻ അവിടെ കാല് തന്നെ താഴേക്ക് വീണു. ഈ സമയം നമ്മളെ കാണിക്കുന്നുണ്ട് ഡയാന്റെ പിറകിലെ ഒരു കൈ കാണാം. അവിടെ സീൻ കട്ട് ചെയ്ത് ഇവിടെ റിക്ക് ആണെങ്കില് ഡയാനെ കാണാതെ ആകെ ഫസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുക. അവനോടുള്ള പിണക്കം കാരണം പുള്ളിക്കാരി ഫോൺ എടുക്കുന്നില്ല. ഈ സമയം കോറ അവനെ സമാധാനിപ്പിക്കും. നീ പേടിക്കാതിരിക്കെ, അവള് നിന്നെ പറ്റിക്കാനായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. എന്നാലും റിക്കിന് യാതൊരു സമാധാനവും ഇല്ല. ഡയാൻ അവൾ ഓക്കെ ആണോന്നറിയണം, നമുക്ക് അവളെ തെരഞ്ഞു നോക്കണം എന്ന് പറഞ്ഞ് റിക്ക് ഡയാനെ തെരഞ്ഞ് മുകളിലേക്ക് പോവാണ്. ഇതേ സമയം തന്നെ വെർണോൺ ആ ഹോട്ടലിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. ഈ സമയത്താണ് അവിടെയുള്ള ഡോറിലൊക്കെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള അടയാളങ്ങൾ കാണുന്നത്. എന്തോ മാന്തി പറിച്ചിരിക്കുന്നത് പോലെ. ഇവിടെ മറുവശത്ത് ഫ്രാങ്ക് ആണെങ്കിൽ തന്റെ വൈഫിന്റെ ഫോട്ടോ അത് കോറയ്ക്ക് കാണിച്ചു കൊടുക്കും. ഫ്രാങ്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നല്ലാതെ വൈഫിനെ കുറിച്ച് കൂടുതലൊന്നും തന്നെ സംസാരിക്കുന്നില്ല. അപ്പോഴേക്കും റിക്ക് താഴേക്ക് തിരിച്ചെത്തി. അവനെ ഡയാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൾ ഇപ്പോഴും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. റിക്കിനെ ഇവിടെ എന്തൊക്കെയോ പന്തികേട് തോന്നി തുടങ്ങി. വീഡിയോ എടുത്തതൊക്കെ മതി, നമുക്ക് ആദ്യം തന്നെ ഡയാനെ കണ്ടെത്തണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം വിടാം. കോറ ഉടനെ തന്നെ ഈ ഹോട്ടലിലെ മുറികളൊക്കെ തുറന്നു നോക്കാനായിട്ട് മാസ്റ്റർ കീ കണ്ടെത്താൻ ഫ്രണ്ട് ഡെസ്കിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ആ ഫോട്ടോഗ്രാഫറും ഉണ്ട്. ഫ്രാങ്കും റിക്കും ചേർന്ന് കാമുകിയെ തെരഞ്ഞു പോയി. അപ്പോഴേക്കും കോറ ഇവിടെ ഫ്രണ്ട് ഡെസ്കിൽ നിന്ന് ആ ചാവി തെരയുന്ന നേരത്താണ് അവർക്ക് ആ മേശപ്പുറത്ത് നിന്ന് ഒരുപാട് പത്രക്കടലാസുകൾ കണ്ടുകിട്ടുന്നത്. തന്റെ വൈഫിന്റെ മരണത്തിന് ശേഷം ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനെ കാണാതായി. ഇവർക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും ആ പത്രക്കടലാസിലുണ്ടായിരുന്നു. ആ മരണപ്പെട്ട വൈഫിന്റെ മൃതദേഹത്തിലെ ഹൃദയം ഉണ്ടായിരുന്നില്ല. അതെന്തോ പറിച്ചെടുത്തിരിക്കുന്നത് പോലെയായിരുന്നു. മറുവശത്ത് മറ്റു രണ്ടുപേരും ഡയാനെ തെരഞ്ഞു നടക്കുകയാണ്. പല പല മുറികളിലും തട്ടി നോക്കുന്നുണ്ട്. യാതൊരു റെസ്പോൺസും ഇല്ല. പെട്ടെന്ന് താഴെയുണ്ടായിരുന്ന ട്രാപ്പിനകത്ത് റിക്കിന്റെ കാല് കുടുങ്ങി. അവൻ വേദന കൊണ്ട് അലറി കരയാൻ തുടങ്ങി. ഫ്രാങ്ക് അവന്റെ കാലെടുത്ത് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ ബഹളം കേട്ട് വെർണോൺ അങ്ങോട്ട് ഓടിയെത്തി ഫ്രാങ്കിനെ പിടിച്ചു മാറ്റി അയാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്തോ ഫ്രാങ്ക് അവനെ ഉപദ്രവിച്ചു എന്ന് കരുതിയാണ്. പക്ഷേ ഫ്രാങ്ക് അവനെ പിടിച്ചു മാറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. അപ്പോഴാണ് അവര് താഴെ കിടക്കുന്ന ട്രാപ്പ് കാണുന്നത്. അത് കരടിക്ക് വെക്കുന്ന ട്രാപ്പാണ്. അതെങ്ങനെ ഈ ഹോട്ടലിനകത്ത് വന്നു? അവർക്ക് യാതൊരു പിടിയില്ല. ഫ്രാങ്ക് ഉടനെ തന്നെ റിക്കിന്റെ മുറിവിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോവാതിരിക്കാൻ അത് കെട്ടിക്കൊടുക്കും. അവൻ എന്തായാലും മെഡിക്കൽ ഹെൽപ്പ് വേണം. പക്ഷേ ഡയാൻ ഇല്ലാതെ അവർക്കിപ്പോ പുറത്തേക്ക് കടക്കാനും പറ്റത്തില്ല. റിക്ക് അതിനെ സമ്മതിക്കില്ല. ഈ നേരത്താണ് മുകളിൽ നിന്ന് ഡയാന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പോ അതിനർത്ഥം ഡയാൻ അവള് മുകളിലുണ്ടെന്നല്ലേ. റിക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് ചാടി എണീറ്റു. വാ നമുക്ക് പോവാം. എന്നാൽ ഇവരാണെങ്കില് മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോഴോ അത് ഡയാൻ അല്ലായിരുന്നു. അവിടെ അത്രയും വലിയൊരു മരം ഉണ്ടായിരുന്നു. അതിന് മുകളിലെ ഒരുപാട് സെൽഫോൺ, ക്യാമറ, അങ്ങനെ എന്തൊക്കെയോ കയറിലെ കെട്ടിയിട്ടിരിക്കുകയാണ്. അതായത് ഈ ഹോട്ടലിനകത്തേക്ക് അതിക്രമിച്ച് കയറിയ എല്ലാവരുടെയും ഫോണും ക്യാമറയും ആ മരത്തിൽ കാണാം. കൂട്ടത്തിൽ തന്നെ ഡയാന്റെ ഫോണും ഉണ്ടായിരുന്നു. ഇത് ഡയാന്റെ ഫോണാണ്. റിക്ക് ഓടിച്ചെന്ന് ആ ഫോൺ എടുത്തു. അവർ ആ ഫോൺ തുറന്ന് ഡയാൻ അവസാനമായിട്ട് റെക്കോർഡ് ചെയ്തിരുന്ന വീഡിയോ പ്ലേ ചെയ്ത് നോക്കി. ആ വീഡിയോയില് ഡയാൻ എന്തിനെയോ കണ്ട് ഭയന്ന് ഓടുന്നുണ്ട്. കാല് തന്നെ വീഴുന്നുണ്ട്. ഡയാന്റെ പിന്നാലെ എന്താണ് വന്നേന്ന് അറിയുമ്പോഴേക്കും ആ ഫോണിലെ ചാർജ് തീർന്നുപോയി. അടുത്ത സെക്കൻഡിൽ തന്നെ അവർക്ക് മുകളിലൂടെ എന്തോന്ന് ഓടിപ്പോയി. അവര് ചുറ്റും ടോർച്ചടിച്ച് നോക്കിയിട്ട് ഒന്നും തന്നെ കാണുന്നുമില്ല. ഇപ്പോ വെർണോൺ പറയും, റിക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാം, നമുക്ക് ഹെൽപ്പ് വേണം, ഇത് തമാശക്കളിയല്ല. അതിന് റിക്ക് പറയും, നമുക്ക് പോലീസ് വരുന്നത് വരെ കാത്തിരിക്കാൻ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഡയാനെ കണ്ടെത്തണം. അത് തന്നെയാണ് ഫ്രാങ്കും പറയുന്നത്. ആദ്യം നമുക്ക് ഡയാനെ കണ്ടെത്താം, എന്നിട്ട് പോലീസിനെ വിളിക്കാം. ഇവരങ്ങനെ കൂട്ടുകാരിയെ തെരഞ്ഞ് മുകളിലേക്ക് ചെന്നു. അപ്പോഴും അവർക്ക് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. പെട്ടെന്നാണ് ജെഡി അവർക്ക് മുന്നിലേക്ക് ചാടി വീഴുന്നത്. ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയത് ജെഡി ആയിരുന്നു. അവരെ പേടിപ്പിക്കാൻ കോറ പിന്നെ ഒന്നും നോക്കിയില്ല. അവന്റെ മോന്തക്കിട്ടൊരൊറ്റ അടിയാണ്. അങ്ങനെ ആ
തിക്കൻ തിരക്കിനിടയിലെ ഫ്രാങ്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തു. ഇത് കണ്ട് മറ്റെല്ലാവരും ആകെ ഞെട്ടിപ്പോയി. ഫ്രാങ്ക്, നിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നോ? ഇപ്പോ വെർണോൻ പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇയാള് പോലീസാണ്, ഇയാളെ കൂടെ കൂട്ടണ്ടെന്ന്. അങ്ങനെ ജേഡി ഇവരുടെ ഫ്രണ്ടാണെന്ന് അറിയുമ്പോ ഫ്രാങ്ക് ഒന്ന് ഷോക്കായി. ഫ്രാങ്കിന്റെ ശ്രദ്ധയൊന്നും മാറിയില്ലേ. ഈ സമയത്താണ് സ്കാവഞ്ചേഴ്സ് എന്ന ബുള്ളി ഗ്യാങ് അവരെ ആക്രമിക്കുന്നത്. ഫ്രാങ്കിനെ ആക്രമിച്ച് അവന്റെ തോക്ക് അവര് പിടിച്ചു വാങ്ങി. ആ ഗ്യാങ്ങിന്റെ തലവൻ തോക്കു ചൂണ്ടിട്ട് അവരോട് ആ കാശിനെ കുറിച്ച് ചോദിക്കും. മര്യാദയ്ക്ക് പറഞ്ഞോ, ആ പണം എവിടെയാ? ഇവർക്കാണെങ്കിലേ ആ പണം എവിടെയാണെന്ന് അറിയില്ല. പക്ഷേ ടോഡ് അത് വിശ്വസിക്കില്ല. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാണ്, ആ പണം എവിടെ? ഈ സമയം കോറ ആ വായും വെച്ച് മിണ്ടാതിരിക്കില്ല. ആ ഗ്യാങ്ങിനെ കുറിച്ച് കണ്ടതെല്ലാം തന്നെ വിളിച്ചു പറയും. തോക്ക് കണ്ടിട്ടൊന്നും കോറയ്ക്ക് പേടിയില്ല. ഇത് കണ്ട് ജേഡിക്ക് ആകെ പേടിയായി. കാരണം അവര് തന്റെ സുഹൃത്തുക്കളാണ്. ഈ പണം കൈക്കലാക്കണം എന്ന് കരുതിയാണ് അവൻ ആ ബുള്ളി ഗ്യാങ്ങിന്റെ കൂടെ ചേർന്നത്. പക്ഷേ അവര് തന്റെ സുഹൃത്തുക്കളെ ഉപദ്രവിക്കുമെന്ന് ജേഡി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ആ ടോഡാണെങ്കില് ഒരു സൈക്കോ ആണ്. തോക്ക് കാണിച്ച് എല്ലാവരെയും പേടിപ്പിക്കുന്നുണ്ട്. ഈ നേരത്തെ ഫ്രാങ്ക് ആ പിള്ളേരുടെ ശ്രദ്ധ മാറ്റാനായിട്ട് ശ്രമിക്കും. ഹേ ചെറുക്ക, നിനക്ക് ആ തോക്ക് ഉപയോഗിക്കാൻ അറിയോ? ഇത് കേട്ട് ടോഡിന് വല്ലാതെ ദേഷ്യം വന്നു. ഹേയ്, നീ എന്താ ഈ പൊടിപ്പിള്ളേരുടെ കൂടെ ഇങ്ങോട്ട് വന്നത്? നീ എന്താ പോലീസുകാരനാണോ? അതിന് ഫ്രാങ്ക് പറയും, ഞാൻ പോലീസ് ഒന്നുമല്ല, ഞാൻ എന്റെ ഭാര്യയെ തെരഞ്ഞു വന്നതാ. ഫ്രാങ്കിന്റെ വൈഫ് ഒരു ന്യൂസ് റിപ്പോർട്ടർ ആയിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അവൾ ഈ ഹോട്ടലിലേക്ക് ഒരു ഡോക്യുമെന്ററി എടുക്കാനായിട്ട് വന്നിരുന്നു. പിന്നീട് ആരും തന്നെ അമാൻഡയെ കണ്ടിട്ടില്ല. അമാൻഡ തനിച്ചല്ലായിരുന്നു ഇങ്ങോട്ട് വന്നത്. കൂടെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ബെത്ത്. ഫ്രാങ്കി പറയുന്ന കഥകൾ കേട്ട് അവരെല്ലാവരും തന്നെ ഞെട്ടിപ്പോയി. ഫ്രാങ്ക്, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ വിളിച്ച് പറയുന്നത്? കോറ കരയുന്നുണ്ട്. ഫ്രാങ്ക് ഇതിനു മുൻപ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവനെ കൊണ്ട് ഒരു എൻട്രൻസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ പോലീസും അവനെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായില്ല. ഡയാന്റെ ആ കമന്റ് കണ്ടപ്പോഴാണ് ഫ്രാങ്ക് കോറയെ കോണ്ടാക്ട് ചെയ്ത് ഈ പിള്ളേരുടെ കൂടെ ഇങ്ങോട്ട് വന്നത്. എനിക്ക് നിന്റെ മണ്ടൻ കഥകളൊന്നും കേൾക്കണ്ട, എനിക്ക് വേണ്ടത് കാശാണ്. കോറയ്ക്ക് ഈ ഡോറ് തുറക്കാനും വഴികളൊക്കെ കണ്ടെത്താനും ഒരു പ്രത്യേക കഴിവുണ്ട്. ആ കാശ് കണ്ടെത്താൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ് ടോഡ് അവളെ ഭീഷണിപ്പെടുത്തുവാണ്. ഇത് കേട്ടിട്ടും കോറ അതിനൊന്നും സമ്മതിക്കില്ല. അവന്റെ മുഖത്തേക്ക് ഒരൊറ്റ തുപ്പ് വെച്ചു കൊടുത്തു. ടോഡ് അങ്ങനെ തന്റെ മുഖം തുടയ്ക്കാനായിട്ട് ഒരു കർച്ചീഫ് എടുത്തു. ആ തുണി കണ്ടതോടെ റിക്കാകെ ഞെട്ടിപ്പോയി. അത് ഡയാന്റെ കർച്ചീഫാണ്. എടാ, നീ എന്റെ ഡയാൻ എന്താ ചെയ്തേ? പിന്നെ അവിടെ ആകെ ഉന്തും തള്ളും ബഹളമായി. എനിക്കറിയില്ലായിരുന്നു ഇത് നിന്റെ പെണ്ണിന്റെയാണെന്ന്. ഇതും പറഞ്ഞ് ടോഡ് അവനെ പിടിച്ച് വലിച്ച് ബാൽക്കണിന്ന് താഴേക്ക് ഒരൊറ്റ തള്ളാണ്. നായകൻ അങ്ങനെ താഴേക്ക് പോയി. ഇക്കാര്യം അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുക. ജേഡിയുടെ കാര്യം പറയണോ? ടോഡ്, ഇത് നമ്മൾ പ്ലാൻ ചെയ്തില്ലല്ലോ. അവരെ പേടിപ്പിക്കണം, കാശ് കൈക്കലാക്കണം. ജേഡി അവനോട് ഒത്തിരി ചൂടായി. നീ എന്നെ ചോദ്യം ചെയ്യാറായോ എന്നും പറഞ്ഞ് അവൻ ജേഡിയെ പിടിച്ച് തല്ലുന്നുണ്ട്. മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ ഇനിയും കിട്ടും. ഇവിടെ ആര് ചത്താലും ജീവിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് വേണ്ടത് ആ പണം മാത്രമാണ്. എനിക്ക് ആ പണമുള്ള സ്ഥലം കാണിച്ചു തരാൻ പറഞ്ഞ് അവൻ കോറയെ ഭീഷണിപ്പെടുത്തുവാണ്. അല്ലെങ്കിലേ ഓരോരുത്തരെയായിട്ട് ഇതുപോലെ താഴേക്ക് എടുത്തിടും. എന്നാ ആ പണം ഇരിക്കുന്ന സ്ഥലം അറിയാവുന്നത് അത് റിക്കിനാണ്. അവന്റെ കയ്യിലാണ് ബ്ലൂ പ്രിന്റ് ഉള്ളത്. റിക്കിനെയല്ലേ അവനിപ്പോ താഴേക്ക് തള്ളിയിട്ടത്. എന്നാ ശരി, നമുക്ക് റിക്കിനെ കണ്ടെത്താം. ടോഡ് അവരെ നോക്കി കളിയാക്കി ചിരിച്ചിട്ട് റിക്കിനെ തെരഞ്ഞ് താഴേക്ക് പോവും. എന്നാൽ താഴെ ഇടനാഴിയിൽ എത്തുമ്പോ അവിടെ കുറച്ച് ദൂരെയായിട്ട് ആരോ കിടക്കുന്നുണ്ടാവും. പക്ഷേ അവർക്ക് മുന്നില് ആ ഫ്ലോർ തകർന്നു കിടക്കുകയാണ്. അപ്പുറത്തേക്ക് കിടക്കാൻ യാതൊരു മാർഗവുമില്ല. ഇനി തിരിഞ്ഞു നടന്ന് മറ്റൊരു വഴി കണ്ടെത്താനൊന്നും നേരമില്ല. കോറ, നീ ചെന്ന ആ മാപ്പ് എടുക്ക്. അവൾക്കും വേറെ വഴിയില്ല. കോറ അവിടെ ഉണ്ടായിരുന്ന വയറിലൊക്കെ തൂങ്ങിച്ചാടി ഒരു വിധത്തില് റിക്കിന്റെ അടുത്തെത്തി. റിക്ക്, നീ ഓക്കെയാണോ? കോറ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നാൽ അടുത്തെത്തിയപ്പോഴാണ് അത് റിക്കല്ലായിരുന്നു. അതൊരു മനുഷ്യന്റെ അസ്ഥികൂടായിരുന്നു. ഇത് കേൾക്കേണ്ട താമസം. കോറ ഇപ്പോ തൂങ്ങിച്ചാടി അങ്ങോട്ട് വന്ന വയറില്ലേ, അതെല്ലാം തന്നെ ആ സൈക്കോപാത്ത് വെടിവെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. അവൾക്കിനി അപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. ഗുഡ് ലക്ക്, നീ അവിടെ തന്നെ നിൽക്കെന്നും പറഞ്ഞ് ടോഡ് അവരെ നിർബന്ധിച്ച് അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോയി. കോറ ആ ഇടനാഴിയില് തനിച്ചായി. ഇപ്പോ പണത്തിന് വേണ്ടി വന്ന ജേഡിയും പെട്ടതുപോലെയായി. ഇവരങ്ങനെ ആ ഇടനാഴിയിലൂടെ നടക്കുന്ന സമയത്ത് എന്തൊക്കെയോ സ്ട്രേഞ്ച് ആയിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഒരു മുറിക്കകത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. അവരെ പേടിച്ച് പതിയെ ആ വാതില് തുറന്നു നോക്കി. ആ മുറിക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ല. വലിയൊരു അലമാര കാണാം. മാക്കങ്ങനെ ആ അലമാര തുറന്നു നോക്കി. അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, കുറെ വസ്ത്രങ്ങൾ മാത്രം. പെട്ടെന്ന് ഒരു കൈ വന്ന് മാക്കിനെ തൊടുന്നുണ്ട്. അവരെല്ലാവരും പേടിച്ച് ഒച്ചയും ബഹളൊക്കെ വെക്കുന്നുണ്ട്. നോക്കുമ്പോ അതൊരു സ്ത്രീയാണ്. നമ്മള് ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു ന്യൂസ് റിപ്പോർട്ടറിനെ കണ്ടിരുന്നില്ലേ, ബെത്ത്. ഈ ബെത്തും ഫ്രാങ്കിന്റെ വൈഫായ അമാൻഡയും ഒന്നിച്ചാണ് ഈ ഹോട്ടലിലേക്ക് ഡോക്യുമെന്ററി എടുക്കാനായിട്ട് വന്നത്. ബെത്തിനെ കണ്ടപ്പോ ഫ്രാങ്കിന് ഒരുപാട് സന്തോഷായി. അടുത്ത സെക്കൻഡിൽ തന്നെ ആ ബിൽഡിംഗ് കുലുങ്ങുന്നത് പോലെ എന്തോന്ന് പാഞ്ഞങ്ങോട്ട് വരുന്നുണ്ട്. ഉടനെ തന്നെ ബെത്ത് അവരോട് പറയും, നിങ്ങൾ എല്ലാവരും മരിക്കാൻ പോവാണ്. ഇത് കേട്ട് ടോഡാകെ ടെൻഷനായി. എല്ലാവരും താഴെ മുട്ടുകുത്തിയിരിക്കെ, ഞാൻ പറയാതെ ആരും അനങ്ങരുത്. ടോഡും അവന്റെ കൂട്ടുകാരൻ മാക്സും നൈറ്റ് വിഷൻ ഗ്ലാസ് ധരിക്കുന്നുണ്ട്.
എന്നാലും അവർക്ക് ആ ഇരുട്ടില് ഒന്നിനെയും കാണുന്നില്ല. ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും പേടിച്ച് വറച്ചിരിക്കുക. എന്ത് കുന്തമാണ് ഇങ്ങോട്ട് പാഞ്ഞു വരുന്നെന്ന് അറിയില്ലല്ലോ. പിന്നെ എന്തോ ഒരു ശബ്ദം കേട്ട് അവര് ചുമരിലേക്ക് നോക്കുമ്പോ ചേടിയെ ഇരുമ്പു കമ്പിയോണ്ട് എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അവനെ കൊലപ്പെടുത്തി. അത് കണ്ട് പേടിച്ചു പോയ ടോഡും മാക്കും ആണെങ്കില് ചറ പറന്ന് വെടി വെക്കാൻ തുടങ്ങി. അവർക്ക് ആ ഇരുട്ടിലെ വെളുത്തും മെലിഞ്ഞ് ഒരു രൂപത്തെ കാണാമായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ക്രീച്ചർ അവിടെ നിന്ന് ഓടിപ്പോയി. ഇപ്പോ ടോർച്ചടിച്ച് നോക്കുമ്പോ അലമാരയിലുണ്ടായിരുന്ന ആ പെണ്ണില്ലേ ബെത്ത്, ആ സ്ത്രീയുടെ തലയ്ക്ക് വെടിയേറ്റ് അവര് മരണപ്പെട്ടു. ഇവിടെ മറ്റൊരു വശത്ത് നമ്മുടെ കഥാനായിക ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ബെഡിൽ നിന്ന് കണ്ണു തുറക്കുന്നു. അവള് പേടിച്ച് വെപ്രാളപ്പെട്ട് എണീറ്റ് നോക്കുമ്പോഴോ ഡയാനെ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. താഴെ ഒരു സാത്താന്റെ സിമ്പല് കാണാം. കുറെ തിരികളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ കോറ തനിയെ അവള് റിക്കിനെ തെരഞ്ഞു നടക്കുക. ഈ സമയം ഒരു മുറിക്കകത്തു നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൾ ആ മുറി തുറന്ന് അതിനകത്ത് കയറി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ടബയെന്ന് പറഞ്ഞ് ഡോർ അടഞ്ഞു. അങ്ങനെ തന്നെ ഒരു കൈ വന്ന് കോറയുടെ കാല് പിടിച്ച് വലിക്കുന്നുണ്ട്. അത് റിക്കായിരുന്നു. അവൻ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലെ ആ ബെഡിനടിയിൽ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും മുകളിൽ നിന്ന് വീണ്ടും അതേ ശബ്ദങ്ങൾ കേൾക്കാം. രണ്ടുപേരും പേടിച്ച് പെട്ടെന്ന് തന്നെ മറഞ്ഞിരുന്നു. റിക്ക് ബെഡിനടിയിലും കോറ അവിടെയുണ്ടായിരുന്ന അലമാരയ്ക്കകത്ത് ഒളിച്ചിരുന്നു. ഇപ്പോ ആ ഡോറ് തുറന്ന് ആ പേൽ ക്രീച്ചർ അകത്തേക്ക് വരുന്നുണ്ട്. അത് ആ അലമാര തുറന്നു നോക്കി. അവിടെ കോറയുടെ ഒരു വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ആ അലമാരയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അതങ്ങനെ മണം പിടിച്ച് കോറയെ കണ്ടെത്തും, അവളെ ആക്രമിക്കും എന്ന് തിരിച്ചറിഞ്ഞ റിക്കാണെങ്കിൽ ആ ബെഡിനടിയിൽ നിന്ന് എണീറ്റ് ചെന്ന് അതിനെ ആക്രമിക്കുകയാണ്. അതിന് മുന്നേ തന്നെ ആ ക്രീച്ചർ റിക്കിനെ പിടികൂടി അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. കോറയാണെങ്കിൽ തന്റെ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. അവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് കണ്ട് ആ ക്രീച്ചർ റിക്കിനെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് കോറയുടെ പിന്നാലെ തന്നെ പായുന്നുണ്ട്. അവൾ ഒരു വിധത്തില് ഒരു ലിഫ്റ്റിനകത്തേക്ക് ഓടിക്കേറി. എന്തായാലും ആ ലിഫ്റ്റ് വർക്കായല്ലോ. മുകളിലെത്തിയ ഉടനെ തന്നെ കോറ അവിടെയുള്ള റൂമിന്റെ ഡോറിലൊക്കെ തട്ടി നോക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവൾ ചെന്ന് പെട്ടത് കൺട്രോൾ റൂമിലാണ്. ഇപ്പോ അവൾക്ക് ആ CCTV വിഷ്വൽസില് പൂട്ടിയിട്ടിരിക്കുന്ന ഡയാനെ കാണാം. ഇവിടെ ഡയാൻ ആണെങ്കിലേ ആ ഡോറ് തകർക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡാർക്ക് ബുക്ക് അവള് ശ്രദ്ധിക്കുന്നത്. ഇതേ സമയം തന്നെ കൺട്രോൾ റൂമിലുള്ള കോറ 1980s തൊട്ടിട്ടുള്ള ടേപ്പുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ആ വീഡിയോയിൽ സംസാരിക്കുന്നത് ഈ ഹോട്ടലിന്റെ ഓണറായ മോർഗൻ ആണ്. മോർഗൻ ഈ ഹോട്ടലും പണവും പ്രശസ്തിയെല്ലാം വന്നു ചേർന്നപ്പോ പുള്ളിക്കാരനെ മരിക്കാൻ പേടിയായി. അങ്ങനെ മരണമില്ലാത്ത ജീവിതത്തിന് വേണ്ടി മോർഗൻ എന്തൊക്കെയോ ഡാർക്ക് റിച്വൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. മരണത്തെ തോൽപ്പിക്കണമെങ്കിലേ മനുഷ്യനിൽ നിന്ന് ഒരു ചെകുത്താനായിട്ട് മാറണം. മോർഗൻ അങ്ങനെ ഡെവിളിനെ ആരാധിക്കാൻ തുടങ്ങി. അവസാനം മരണമില്ലാത്ത ജീവിതത്തിന് വേണ്ടി അദ്ദേഹം ഒരു വഴി കണ്ടെത്തി. മനുഷ്യന്റെ ഹൃദയം അത് പച്ചയ്ക്ക് തിന്നണം. അതുവഴി മോർഗന് സൂപ്പർ നാച്ചുറൽ പവർ കിട്ടും. മരണത്തെ തോൽപ്പിക്കാൻ കഴിയും. ഈ റിച്വലിന്റെ അവസാനം മോർഗൻ ഒരു പ്യൂർ സോൾ ആയിട്ട് ഒന്നു ചേരണം. അതായത് മോർഗൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. എന്നിട്ട് ആ പെൺകുട്ടിയുടെ ഹൃദയം പച്ചയ്ക്ക് തിന്നണം. അവസാനം മോർഗൻ പൂർണ്ണമായും ഒരു ഈവിളായിട്ട് മാറും. അയാൾക്ക് മരണം ഉണ്ടാവില്ല. ഈ ഒരു ടേപ്പ് കണ്ടതോടുകൂടി കോറയ്ക്കൊരു കാര്യം മനസ്സിലായി. ഈ ഹോട്ടലിന്റെ ഓണറിന്റെ വൈഫിനെ കൊന്നത് അത് അയാൾ തന്നെയാണ്. എന്നിട്ട് ആ സ്ത്രീയുടെ ഹൃദയം പച്ചയ്ക്ക് തിന്നുമായിരുന്നു. പിന്നീട് ഈ ഹോട്ടലിലേക്ക് വന്നിരുന്ന എല്ലാവരെയും കൊല്ലുന്നതും അവരുടെ ഹാർട്ട് പറിച്ചെടുത്തിരുന്ന ആ പെയിൽ ക്രീച്ചർ അത് മറ്റാരുമല്ല, അത് മോർഗനാണ്. മനുഷ്യരെ തിന്ന് അയാൾ ഒരു ക്രീച്ചറായി മാറിക്കഴിഞ്ഞു. മോർഗന്റെ അവസാന നരബലി അത് ഡയാനാണ്. ഇവിടെ മറുവശത്ത് ടോഡും മാക്കും പുറത്തേക്ക് കടക്കാനുള്ള വഴി തെരഞ്ഞ് ഒടുക്കം അവരാ $300 മില്യൺ ഒളിപ്പിച്ചു വെച്ചിരുന്ന മുറിയിലെത്തി. പിന്നെ പറയണോ, ഇത് കണ്ടതോടുകൂടി ടോഡ് ആർത്തി പിടിച്ച് ആ ബാഗ് നിറയെ പണം വാരി നിറയ്ക്കാൻ തുടങ്ങി. എന്നാൽ ആ മുറിയിൽ തന്നെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഹാർട്ടും കാണുന്നില്ല. ഇത് കണ്ട് മാക്കിനാകെ പേടിയായി. ടോഡ്, നമുക്ക് ഈ കാശ് വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. എന്നാ ഇതൊന്നും ടോഡ് കേൾക്കില്ല. അവൻ ആ കാശ് ബാഗിനകത്ത് വാരി നിറയ്ക്കുന്ന തിരക്കിലാണ്. ഇതൊക്കെ കണ്ട് പേടിച്ചു പോയ മാക്കാണെങ്കിൽ ഉടനെ തന്നെ ജീവനും കൊണ്ട് താഴേക്കൂടി. അവിടെ സ്റ്റെയറിന് താഴെയായിട്ട് ഒരു കമ്പി വലിഞ്ഞു കെട്ടിയിരുന്നു. മാക്ക് ആ കമ്പിയിലേക്ക് വന്നു ചാടി അവിടെ തന്നെ മരിച്ചു വീണു. ഇവിടെ ടോഡ് ആ കാശൊക്കെ വാരിയെടുത്ത് മുറുക്കി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോ പിറകിൽ നിന്ന് ആ ക്രീച്ചർ അവന്റെ കഴുത്തിന് പിടിച്ച് ടോഡിന്റെ ഹൃദയം അങ്ങനെ പറിച്ചെടുത്തു. അങ്ങനെ കാശിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. മറ്റൊരു വശത്ത് ഡയാൻ ആ ബ്ലാക്ക് മാജിക്കിന്റെ ബുക്കൊക്കെ വായിച്ചു നോക്കി അന്തം വിട്ടിരിക്കുമ്പോ അവിടെ കസേരയിലെ ഒരു വെഡിങ് ഡ്രസ്സ് കാണാം. അത് ഡയാന് വേണ്ടിയാണ്. ഈ റിച്വല് കംപ്ലീറ്റ് ചെയ്യാൻ ആ ക്രീച്ചർ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് ഡയാന്റെ സോളാണ്. അപ്പോഴേക്കും റിക്കിനെ തെരഞ്ഞു നടന്നിരുന്ന മറ്റു രണ്ടുപേരും അവിടെ താഴെ നിന്ന് വാക്കി ടോക്കിയുടെ ശബ്ദം കേട്ട് അവര് താഴേക്ക് ഓടി ചെല്ലുമ്പോ മാക്ക് അവിടെ മരിച്ചു കിടക്കുന്നു. അവന്റെ ഹാർട്ടും മിസ്സിംഗ് ആണ്. വെർണോൺ പെട്ടെന്ന് തന്നെ ആ വാക്കി ടോക്കി എടുത്തു. അതിൽ സംസാരിക്കുന്നത് കോറയാണ്. എനിക്ക് നിങ്ങളെ കാണാം, ഞാൻ കൺട്രോൾ റൂമിലാണ്, ഞാൻ ഡയാനെ കണ്ടെത്തി. കോറ അവർക്ക് അങ്ങോട്ട് വരാനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ആ സാധനം അങ്ങനെ അവരെ രണ്ടുപേരെയും കൊല്ലാനായിട്ട് അങ്ങോട്ട് പാഞ്ഞു വന്നോണ്ടിരിക്കുക. വേഗം അവിടെ നിന്ന് മാറിപ്പോ, അത് വന്നോണ്ടിരിക്കുകയാണ്. അവര് രണ്ടുപേരും പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന കിച്ചണിനകത്തേക്ക് ഓടിക്കേറി. ഫ്രാങ്ക് ആ ഡോറ് തുറക്കാതിരിക്കാൻ തള്ളി പിടിച്ചിരിക്കുക. വെർണോൺ അതിനെ ആക്രമിക്കാനായിട്ട് മൂർച്ചയുള്ള കത്തി
വടിയോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി സേഫ്റ്റിക്കായിട്ട് ആ ക്രീച്ചറ് ആ കിച്ചന്റെ അടുത്തേക്ക് തന്നെ പാഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. കോറയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. കോറ പെട്ടെന്ന് തന്നെ ആ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള മറ്റൊരു വഴി കണ്ടെത്തി. അവിടെ ചെറിയൊരു ഡം വെയിറ്റർ ഉണ്ട്. ആ ഷാഫ്റ്റ് വഴി അവർക്ക് കോറയുടെ അടുത്തെത്താം. അതിപ്പോ വർക്ക് ചെയ്യുന്നില്ല. ആ ഷാഫ്റ്റിന്റെ കമ്പി വലിച്ചു വലിച്ചു വേണം മുകളിലേക്ക് പോവാൻ. താഴേക്ക് വീണ പിന്നെ തീർന്നു, പൊടി പോലും ഉണ്ടാവില്ല. ഓക്കെ, നീ വേഗം രക്ഷപ്പെട്. ഫ്രാങ്ക് അവനെ പിടിച്ച് വലിച്ച് വെർണോനെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോഴേക്കും ആ ക്രീച്ചർ ആ കിച്ചന്റെ ഡോറൊക്കെ തല്ലി തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു വിധത്തില് വെർണോൻ മുകളിലെത്തി. ഫ്രാങ്ക് എങ്ങനെയൊക്കെയോ ഒരു വിധത്തില് ആ ഷാഫ്റ്റിനകത്തേക്ക് ഓടിക്കേറി മുകളിലേക്ക് എത്തുമ്പോഴേക്കും ആ ക്രീച്ചർ ഡോറൊക്കെ തല്ലി തകർത്ത് അതിനകത്തെത്തി. അതങ്ങനെ മുകളിലേക്ക് കയറി വന്നോണ്ടിരിക്കുക. ഇനി രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ല. വെർണോൻ, നീ ആ കയറങ്ങ് കട്ട് ചെയ്യേ. അവൻ ആ കേബിൾ കട്ട് ചെയ്യുന്നു. ഫ്രാങ്ക് ഉടനെ തന്നെ താഴെയുള്ള ഫ്ലോറിലേക്ക് എടുത്തു ചാടി. ആ ഷാഫ്റ്റ് അങ്ങനെ ആ ക്രീച്ചറിനെയും കൊണ്ട് താഴേക്ക് പോയി. അവര് വോക്കി ടോക്കിയിലെ ഫ്രാങ്കിനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവന് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ താഴെ എത്തിയ ഫ്രാങ്ക് തന്റെ വൈഫിന്റെ ഫോൺ കണ്ടെത്തി. കോറ പറഞ്ഞതനുസരിച്ചിട്ട് ഫ്രാങ്ക് 9ാമത്തെ നിലയിലേക്ക് പോയി. കാരണം അവിടെ കസേരയിലെ ഒരു സ്ത്രീയെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഡോറ് തുറന്ന് അതിനകത്ത് ഫ്രാങ്ക് കാണുന്നത് അവന്റെ വൈഫിന്റെ ഡെഡ് ബോഡിയാണ്. അവനത് കണ്ട് തന്റെ ദേഷ്യം, സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. ഫ്രാങ്ക് അങ്ങനെ കൺട്രോൾ റൂമിലെത്തി. റിക്കിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ, അവൻ ജീവനോടെ ഉണ്ടോ എന്ന് കോറയോട് ചോദിക്കും. ആ സമയം അവള് തന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാ റിക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ടോന്ന് അവൾക്കറിയില്ല. നമുക്കാദ്യം ഡയാനെ രക്ഷപ്പെടുത്തണം. അവളെ ആ ക്രീച്ചർ ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കല്ലേ. ഫ്രാങ്ക് അങ്ങനെ ഡയാനെ രക്ഷിക്കാനായിട്ട് മുകളിലേക്ക് പോയി. ഇതേ സമയം ഡയാൻ അവൾ ആ മണവാട്ടിയുടെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ആ ക്രീച്ചറിനെ കാത്തിരിക്കുകയാണ്. മോർഗനും അവളെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നു. ഡയാൻ ചിരിച്ചുകൊണ്ട് അതിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ ഒന്നും നോക്കിയില്ല. ആ ബുക്ക് വെച്ച് അതിന്റെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്ത് ഡയാൻ തന്റെ ജീവനും കൊണ്ട് പുറത്തേക്ക് ഓടി. ഇത്രയും നേരം അവൾക്ക് ആ ഡോർ തുറക്കാൻ പറ്റിയിരുന്നില്ല. അതിനു വേണ്ടിയാണ് അവൾ കാത്തിരുന്നത്. എന്നാ അപ്പോഴേക്കും ആ ക്രീച്ചർ അവളെ പിടികൂടി അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന നേരത്താണ് ഫ്രാങ്ക് അങ്ങോട്ട് ഓടി വന്ന് ആ ക്രീച്ചറിനെ അറ്റാക്ക് ചെയ്യുന്നു. ഡയാനെ രക്ഷിക്കാൻ വേണ്ടി ഫ്രാങ്ക് അതിനെയും കൊണ്ട് താഴേക്കെടുത്ത് ചാടി. അവനും മരണപ്പെട്ടു. താഴെയുള്ള മരക്കൊമ്പിലേക്ക് വീണ് ആ ക്രീച്ചറിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. ഈ കാഴ്ച കണ്ട് ഡയാൻ സങ്കടപ്പെട്ട് കരയുവാണ്. അപ്പോഴാണ് താഴെ കിടന്നിരുന്ന ഫ്രാങ്കിന്റെ കയ്യിലുണ്ടായിരുന്ന വോക്കി ടോക്കി ശബ്ദം ഉണ്ടാക്കുന്നത്. അത് കോറയാണ്. കോറ, റിക്ക് എവിടെ? അവൻ ഓക്കെയാണോ? ഇതിന് കോറയ്ക്ക് ഒരു മറുപടിയില്ല. അവള് റിക്കിനെ അവസാനമായിട്ട് കണ്ടത് 3ാമത്തെ ഫ്ലോറിലാണ്. ഇത് കേട്ടതോടെ ഡയാൻ റിക്കിനെ തെരഞ്ഞ് 3rd ഫ്ലോറിലേക്ക് ഓടി. അവിടെ റിക്കിനെ കണ്ട് ഡയാൻ കരയാൻ തുടങ്ങി. അങ്ങനെ റിക്ക് കണ്ണു തുറക്കുന്നു. 4 പേരും കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇതിനുശേഷം എന്താ, അവർ ആ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. 100 മില്യൺ വ്യൂസ് ആണ് അവർക്ക് കിട്ടിയത്. അത്രയും വലിയ സന്തോഷത്തില് അവര് ഫ്രാങ്കിനെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, റിക്ക് അവർക്ക് ഒരു സർപ്രൈസും കൊണ്ടുവന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, ആ ഹോട്ടലിനകത്തുണ്ടായിരുന്ന പണം. അതിപ്പോ അവർക്ക് സ്വന്തമാണ്. ഈ ഒരു സീനോടെയാണ് ഡു നോട്ട് എൻറ്റർ എന്ന ഈ ഒരു അമേരിക്കൻ ത്രില്ലർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്